1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇസ്രയേലിനെതിരെ ആദ്യമായൊരു മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയത് 2024 ഏപ്രിൽ 14-നാണ്. ഏപ്രിൽ 1-ന് ഇറാന്റെ ഡമാസ്കസിലെ എംബസി ആക്രമിച്ച ഉന്നത സൈനിക നേതാവ് ജനറൽ മുഹമ്മദ് റസ സഹേദിയെ വധിച്ചതിന് പകരമായിരുന്നു ഇറാന്റെ ആദ്യത്തെ ആക്രമണം. എന്നാൽ അതൊരു അപ്രതീക്ഷിത ആക്രമണമായിരുന്നില്ല. ആക്രമണം സംബന്ധിച്ച ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിവരങ്ങൾ അമേരിക്കയ്ക്കും അതുവഴി ഇസ്രയേലിനും ഇറാൻ കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ ആവശ്യത്തിന് സമയവും ഇസ്രയേലിന് ലഭിച്ചിരുന്നു. കൂടാതെ ലക്ഷ്യം വെച്ച പ്രദേശങ്ങൾ നെഗേവ് മരുഭൂമിയിലെ ഒരു ഇസ്രയേലി സൈനിക താവളം മാത്രമായിരുന്നു. അതായത് ഒരു തുറന്ന യുദ്ധത്തിലേക്കുള്ള ക്ഷണമായിരുന്നില്ല ഏപ്രിൽ 14-ലെ ആക്രമണമെന്ന് ചുരുക്കം. ഇസ്രയേലിനെതിരെ പിന്നിൽ നിന്ന് ആക്രമണങ്ങൾ നയിച്ച ഇറാനിതാ ഒടുവിൽ നേർക്കുനേർ യുദ്ധത്തിനായി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആദ്യ സിഗ്നലാണ് ഒക്ടോബർ 2-ന് പുലർച്ചെ കണ്ടത്. ഏകദേശം 180ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള, ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുകയായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2-വിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അമേരിക്കയ്ക്ക് പോലും സൂചന ലഭിച്ചത്. ഉപയോഗിച്ചതാകട്ടെ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളും. കേവലം 12 മിനിറ്റ് ദൂരമേ ഇസ്രയേലിലേക്കുള്ളൂവെന്ന മുന്നറിയിപ്പായിരുന്നു ഫത്തേ-2 ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രയോഗത്തിലൂടെ ഇറാൻ നൽകിയത്. ലക്ഷ്യം വെച്ചത് ജനനിബിഡ മേഖലകളായിരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതും തുടർന്ന് നടന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയുടെയും മറ്റു നേതാക്കളുടെയുമെല്ലാം കൊലപാതകങ്ങളിലൂടെ ഇസ്രയേൽ ഇറാനെ ചൊടിപ്പിച്ചുകൊണ്ടേയിരുന്നു. പരമാവധി സംയമനം പാലിക്കാൻ ഇറാൻ ശ്രമിച്ചതുമാണ്. സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഇറാന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയെന്നതായിരുന്നു നിലവിലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നിലപാടും. അതിൻ്റെ ഭാഗമായാണ് ഇറാനെ നാണം കെടുത്തിയ ടെഹ്റാനിൽ വെച്ച് നടന്ന ഇസ്മായിൽ ഹനിയുടെ കൊലപാതകശേഷവും അമേരിക്കയുടെ വാക്ക് കേട്ട് പ്രതികരിക്കാതെ നിന്നത്. ഗാസയിൽ വെടിനിർത്തലായിരുന്നു ഇറാന് മുൻപിൽ അമേരിക്ക വച്ച ഓഫർ. പക്ഷേ അത് നടന്നില്ലെന്നു മാത്രമല്ല, ഇസ്രയേൽ അവരുടെ ഏകപക്ഷീയ ആക്രമണങ്ങൾ തുടരുകയും ചെയ്തു. ലെബനനിൽ നടത്തിയ പേജർ വോക്കി ടോക്കി സ്ഫോടനം, ഹസൻ നസ്രള്ളയുടെ വധം ഇതെല്ലാം ഇറാന് വേണ്ടിയുള്ള ഇസ്രയേലിൻ്റെ ചൂണ്ടയായിരുന്നു. ഇറാനിലെ തീവ്രപക്ഷക്കാർ ഇസ്രയേലിന് മറുപടി നൽകണമെന്ന് കടുംപിടുത്തം പിടിച്ചെങ്കിലും ഉപരോധങ്ങളിൽ ഉഴലുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്ന യുദ്ധം ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ടുതന്നെയാണ് പ്രതിരോധ അച്ചുതണ്ട് എന്നറിയപ്പെടുന്ന സഖ്യസേനയിലെ ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇറാൻ അനങ്ങാതിരുന്നത്. എന്നാൽ സെപ്റ്റംബർ 30-ന് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു പുറത്തുവിട്ട വീഡിയോ സന്ദേശം കൂടിയായതോടെയാണ് ഇറാന്റെ പിടിവിട്ടത്. ഇറാനിൽ ഭരണമാറ്റത്തിനായി ഇസ്രയേലിനൊപ്പം നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ആ വീഡിയോ. ഗാസയിലേക്കും ലെബനനിലേക്കുമെല്ലാം കടന്നുകയറുന്നതിനു മുൻപും നെതന്യാഹു ഇത്തരം വീഡിയോ സന്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ വിഷയങ്ങളുടെയെല്ലാം ആകെത്തുകയായിരുന്നു ഒക്ടോബർ 1-ലെ ആക്രമണം. എന്നാൽ ഇനി എന്താകും പശ്ചിമേഷ്യയുടെ ഭാവി എന്നത് ഇസ്രയേലിന്റെ തിരിച്ചടിയുടെ അടിസ്ഥാനത്തിലാകും തീരുമാനിക്കപ്പെടുക. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇറാന്റെ അതിർത്തികൾക്കുള്ളിൽ ആക്രമണം നടത്താൻ ഒരു അവസരമായിരുന്നു നെതന്യാഹു തേടി നടന്നത്. അതിലൂടെ ഇറാന്റെ എല്ലാവിധ ആണവ ശേഷിയെ നശിപ്പിക്കുകയാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം. അതിന് വീണ് കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ അവസരത്തെ നെതന്യാഹു വിട്ടുകളയാനുള്ള സാധ്യത കുറവാണ്. ഇസ്രയേൽ ആക്രമിച്ചാൽ കടുത്ത നടപടിക്ക് സജ്ജമാണ് തങ്ങളെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചും ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിച്ചും അമേരിക്കയും UK-യുമെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം പിന്തുണയുമായി ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളുമെല്ലാം ഇറാന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്നു. യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയ്ക്കൊപ്പമുള്ള ഇറാനെ പുടിൻ തള്ളാനുള്ള സാധ്യതയും വിരളമാണ്. അതിനാൽ ഇസ്രയേലിന്റെ അടുത്ത ചുവടുവയ്പ്പാകും പശ്ചിമേഷ്യയിലെ ജനങ്ങളുടെ ഭാവിയിൽ നിർണായകം.